തോർ 5 എന്തായി എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഈ സാധനം നടക്കുമോ അതോ ക്യാൻസൽ ആയോ? അതിനെ പറ്റിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം തോർ 5 ഏകദേശം കൺഫേം ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നാണ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. പക്ഷേ ടൈക്ക വൈറ്റിറ്റി ആയിരിക്കില്ല സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തോർ റാഗ്നറോക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതൊരു കിടിലൻ സിനിമ എന്ന് വെച്ചാൽ കിടിലൻ സിനിമയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടിറങ്ങിയ ലവ് ആൻഡ് തണ്ടർ ആ സാധനം ഉണ്ടല്ലോ, അങ്ങനെയല്ല അതിൻ്റെ പേരാണ്. ആ സാധനം ഈ പറയുന്ന പോലെ പോരായിരുന്നു. തീരെ പോരായിരുന്നു ആ സിനിമ. അതുകൊണ്ട് തന്നെ ദേ ആർ ട്രൈയിങ് സമ്മൺ ന്യൂ ടു ഡയറക്റ്റ് തോർ 5. പുതിയ ഏതെങ്കിലും ഡയറക്ടറിനായിരിക്കും നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു കിടിലൻ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയായിരിക്കും, ടൈം ലൈൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ പറയുന്ന പോസ്റ്റ് സീക്രട്ട് വാർ എന്തെങ്കിലും ടൈം ലൈൻ ആയിരിക്കും കാണിക്കുന്നത്. ഈ പറയുന്ന ഫേസ് 6 വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോഴും ഈ മൾട്ടിവേഴ്സിൽ ഈ പറയുന്ന ഫേസ് 5 എൻഡ് ചെയ്തെന്നാണ് മാർവൽ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഡൂംസ്ഡേയും സീക്രട്ട് വാറും ഫേസ് 5 വരേണ്ടതാണ്, അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് സാഗയിൽ വരേണ്ടതാണ്. ഇനി വരാൻ പോകുന്നത് മ്യൂട്ടൻസ് സാഗയാണ്. അവിടെ ഈ പറയുന്ന എക്സ്മെൻ പരിപാടികളൊക്കെ ആയിരിക്കും, മ്യൂട്ടൻസിനെ ആയിരിക്കും കാണിക്കുന്നത്. എന്തൊക്കെയോ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും തോർ 5 ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ റിലീസാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.